കോഴിക്കോട് വടകര മണ്ഡലങ്ങളിൽ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാകുന്നു. 2 മണ്ഡലങ്ങളിലെയും പ്രധാനപ്പെട്ട 3 മുന്നണികളിൽ നിന്നുള്ള 5 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രചാരണ രംഗം ചൂടുപിടിച്ചതോടെ പ്രധാനമന്ത്രിയെ കോഴിക്കോട് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് NDA. കോഴിക്കോട് വടകര മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളായ MT രമേശ്, പ്രഫുൽ കൃഷ്ണൻ എന്നിവരും LDF സ്ഥാനാർത്ഥികളായ എളമരം കരീം, KK ശൈലജ എന്നിവരുമാണ് ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥികൾ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനും വടകരയിലെ സ്ഥാനാർത്ഥികൾ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് K അജീഷിനും പത്രിക നൽകി. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവൻ നേരത്തെ തന്നെ പത്രികാ സമർപ്പണം നടത്തിയിരുന്നു. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇന്ന് പത്രിക സമർപ്പിക്കും. ഇതോടെ കോഴിക്കോട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജില്ലയിലെത്തിക്കാനുള്ള ശ്രമവും NDA ക്യാമ്പിൽ നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കോഴിക്കോട് വരണമെന്ന് ഞങ്ങൾ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെ നേതാക്കന്മാർ വരുമെന്നുള്ളത് പാർട്ടി ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവുമാണ് തീരുമാനിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി അടുക്കുമ്പോൾ വിജയപ്രതീക്ഷയും വർദ്ധിക്കുന്നതായി 3 മുന്നണികളും ആവർത്തിക്കുന്നു. ജനം, കോഴിക്കോട്.